ശ്ലോകം 3. തസ്മിൻ കാലേ കാളിയ ക്ഷേളദർപ്പാൽ. ആ സമയത്ത് ആ കാളിയൻ തൻ്റെ വിഷം, ക്ഷേളം വിഷം, വിഷത്തിലുള്ള അഹങ്കാരം, എന്നെപ്പോലെ വിഷം ആർക്കുമില്ല, ഞാനൊന്ന് കൊത്തിയാൽ പിന്നെ അവർ ജീവിക്കില്ല എന്നുള്ള അഹങ്കാരമാണ് ഉണ്ടായിരുന്നത്. ആ അഹങ്കാരം കൊണ്ട് സർപ്പാരാധേഹി കൽപ്പിതം ഭാഗമസ്നൻ. സർപ്പങ്ങളുടെ അരാധിച്ച ശത്രു, സർപ്പങ്ങളുടെ ശത്രുവാണ് ഗരുഡൻ. അദ്ദേഹത്തിനുള്ളതായ കൽപ്പിക്കപ്പെട്ടതായ വെച്ചതായ ആഹാരത്തിനെ ഭാഗം അസ്നൻ താൻ തന്നെ ഭക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തുള്ളതായ കഥ എന്താണ്, അതിൻ്റെ പിന്നിലുള്ളതായ കഥ എന്നത് നോക്കണം. അതാണ് കശ്യപ മഹർഷിക്ക് 21 ഭാര്യമാരാണ് എന്ന് പറഞ്ഞു. അതിൽ ദിതിയിലാണ് അതിഥിയിലാണ് ആദിത്യന്മാരുണ്ടാവുന്നത്, ദേവന്മാർ. ദിതിയിലാണ് ദൈത്യന്മാർ, അസുരന്മാരുണ്ടാവുന്നത്. ധനുവിലാണ് ദാനവന്മാരുണ്ടാവുന്നത്. പിന്നെ മറ്റുള്ള ഭാര്യമാരിൽ മൃഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ്, അതിൽ 2 പേരുടെ കാര്യമാണ് നമുക്കിവിടെ വേണ്ടത്. കദ്രുവിലാണ് എല്ലാ പാമ്പുവർഗ്ഗങ്ങൾ മുഴുവൻ, സർപ്പങ്ങൾ മുഴുവൻ ഉണ്ടായത് കദ്രുവിൽ. വിനത എന്ന് പറഞ്ഞ ഭാര്യയിലാണ് പക്ഷികൾ. ഇവിടെ കദ്രുവിൻ്റെയും വിനതയുടെയും കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. കദ്രുവിന് അനേകം മക്കളായി പാമ്പുകൾ. വിനതയ്ക്ക് ഒന്നും ആയിട്ടില്ല. വിനത പക്ഷിയാണ്, 2 മുട്ട ഇട്ടിരിക്കുകയാണ്. 500 കൊല്ലം കഴിഞ്ഞു, ഒന്നും വിരിയണില്ല. അപ്പോൾ ദേഷ്യത്തിൽ ഒരു മുട്ട കൊത്തിപ്പൊട്ടിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടി വന്നു. എങ്ങനെ ഇവിടം വരെ, അര വരെ ജീവൻ ഇതായിട്ടുണ്ട്, മറ്റേതൊക്കെ ചത്ത പോലെയാണ്. കുട്ടി ഉടനെ സംസാരിച്ചു, പറഞ്ഞു, അമ്മയ്ക്ക് ഇത്ര ധൃതി എന്ത് ആവശ്യമാണ്? ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് നടക്കാൻ പറ്റൂ? ഇല്ല. അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ട് അമ്മയ്ക്കൊരു ദാസിയാവേണ്ടതായിട്ട് വരും എന്ന് അമ്മയെ ശപിച്ചു. ഇനി ഞാൻ പറയാം, എൻ്റെ അനുജനാണ് മറ്റേ മുട്ട. 1000 കൊല്ലം കഴിഞ്ഞാലേ ആ മുട്ട വിരിഞ്ഞു വരൂ. അതുവരെ കാത്തു നിൽക്കണം. ആ അനുജൻ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് പോയത്? സൂര്യൻ്റെ അടുത്തേക്കാണ് പോയത്. സൂര്യൻ്റെ തേരാളിയായിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ. ഇരുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ. അങ്ങനെ ആ ഒരു ഇതുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരു ശാപമുള്ളതിനെ അറിയാം. അങ്ങനെ കദ്രുവും വിനതയും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഉച്ചനേരത്ത് കാണുക പതിവുണ്ട്. അപ്പോൾ കദ്രു പറഞ്ഞു, പാലാഴിയിൽ നിന്നേ ഒരു കുതിര വന്നില്ലേ, ഉച്ചൈസ്രവസ്. ആ ഉച്ചൈസ്രവസിൻ്റെ വാലിൻ്റെ നിറം എനിക്കറിയൂ. ആരോടെ ചോദിച്ചേ? വിനതയോട്. അതിനെന്തോ സംശയം? മുഴുവൻ വെള്ളയല്ലേ, വാലും വെള്ളയാണ്. അല്ല അല്ല, പിന്നെന്താണ്? കറുപ്പാണ്. സംശയമുണ്ടോ? ഉച്ചനേരത്ത് 12 മണിക്കാണ് ഇന്ദ്രൻ ഉച്ചൈസ്രവത്തിൻ്റെ മുകളിൽ പോവുക. നാളെ നോക്കാം, നാളെ കാണിച്ചു തരാൻ ഞാൻ. വാരി ശരിക്കും വെളുപ്പാണ്, പുറത്ത് പറയണ്ട. വെളുപ്പാണ്. പിന്നെ കദ്രു അങ്ങനെ പറഞ്ഞ് വിനതി ഒന്ന് തോൽപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഉടനെ വീട്ടിൽ വന്നു, മക്കളോട് പറഞ്ഞു, മക്കളെ, അമ്മ ഇങ്ങനെ ഒരു പന്തയം വെച്ചു, അമ്മയെ രക്ഷിക്കണം നിങ്ങളെല്ലാവരും. ആ ഉച്ചൈസ്രവത്തിൻ്റെ വാലിൽ പോയി നിങ്ങൾ ആരെങ്കിലും, എല്ലാവരും കറുപ്പാണ്, ആരെങ്കിലും ഒന്ന് തൂങ്ങിക്കിടന്നാൽ മതി. ആരും സമ്മതിച്ചില്ല. കാളിയൻ പറഞ്ഞു, അമ്മ ഞാൻ പോവാ. അങ്ങനെ കാളിയൻ പോയി ഉച്ചൈസ്രവത്തിൻ്റെ വാലിൽ. അന്ന് പാമ്പുകളെയൊന്നും ആർക്കും പേടിയില്ല.
ഉച്ചേശ്വരൻ്റെ കാലിൽ തൂങ്ങിക്കിടന്നു. രാവിലെ ദൂരത്തുകൂടിയല്ലേ പോകുന്നത്, അങ്ങനെ പോകുമ്പോൾ കറുപ്പ് നിറം പാല്. കത്തി വിളിച്ചു, വാ ഇങ്ങനെ വാ, നോക്ക്. അപ്പോൾ എന്തായിരുന്നു പന്തയം? എന്തായിരുന്നു? വാല് കറുപ്പാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ദാസിയായിട്ട് വരണം, വെളുപ്പാണെങ്കിൽ ഞാൻ എൻ്റെ ദാസിയായിട്ട് വരാം. കറുപ്പ്. അങ്ങനെ വിനത കദ്രുവിൻ്റെ ദാസിയായി തീർന്നു. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മുട്ട വിരിഞ്ഞു. ഗരുഡൻ പുറത്തു വന്നു. ശക്തനായിട്ടാണ് പുറത്തു വരുന്നത്. ജനിച്ചപ്പോൾ തന്നെ ശക്തനായിട്ടാണ് വരുന്നത്. അമ്മയുടെ ദാസ്യത്തെക്കുറിച്ച് അറിഞ്ഞു. നാഗങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. പറയൂ, എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം പറയാം. നീ സ്വർഗത്തിൽ പോയിട്ട് അവിടുന്ന് അമൃതം കൊണ്ടുവന്ന് തന്നാൽ സമ്മതിക്കാം. മുട്ടനെ അങ്ങോട്ട് പറന്നു സ്വർഗത്തിലെത്തി. തൻ്റെ ചിറക് കൊണ്ട് ആ പാറാവുകാരിയൊക്കെ അടിച്ച് ഓടിച്ച് തെറിപ്പിച്ചു. അമൃതകുംഭം എടുത്തു വരുമ്പോൾ ഇന്ദ്രൻ പേര് പറഞ്ഞ് വന്ന് വെട്ടി. പക്ഷെ അനങ്ങിയില്ല. ഒരു തൂവലോ മറ്റേ താഴത്ത് വീണു, അത്രയും. അങ്ങനെ ആ അമൃതം അപ്പം ഇന്ദ്രനും മറ്റേ എന്താ പറയുന്നത് ഗരുഡനും കൂടി ഒരു എന്താ പറയുന്നത് കൂട്ടി ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. നീ ഇപ്പം അമൃതം കൊണ്ടുപോക്കോ, കാര്യം സമ്മതിച്ചു. പക്ഷേ ഇത് ദേവന്മാർ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. അപ്പോൾ ആ വിധത്തിൽ വേണം നീ പോയിട്ട് പറയാൻ. അതിന് എനിക്ക് വിരോധമില്ല, എനിക്ക് വേണ്ട അമൃത്. ഇത് ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കാം. നീ കൊടുത്തു കഴിഞ്ഞിട്ട് നീ പറയണം. അത് വെച്ചിട്ട് ദർഭപ്പുല്ലിൽ വെച്ചിട്ട് അതിനെ പൂജിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചു പോയി കുളിച്ചിട്ട് വന്നിട്ടേ കഴിക്കാൻ പാടൂ എന്ന് പറയണം. അത്രയേ വേണ്ടൂ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ഇന്ദ്രൻ പറഞ്ഞു. പറഞ്ഞ പോലെ ഗരുഡൻ അമൃതകുംഭം കൊണ്ടുവന്ന് കൊടുത്തു. എല്ലാവർക്കും പാമ്പുകൾക്കൊക്കെ സന്തോഷമായി. അമൃതമല്ലേ കിട്ടണേ, ഇനി മരണമില്ല. അങ്ങനെ അമ്മയെ ആദ്യം മോചിപ്പിച്ചു. വിനതയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് ഗരുഡൻ പറഞ്ഞു കൊടുത്തു, ഇന്ദ്രൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആദ്യം ദർഭപ്പുല്ലിൽ വെച്ച് അമൃതകുംഭത്തിനെ പൂജിക്കണം, എന്നിട്ട് എല്ലാവരും കൂടി പോയി മുങ്ങി കുളിച്ചിട്ട് വരണം, എന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി. മുങ്ങി കുളിക്കുന്ന സമയത്ത് ഗരുഡൻ മറ്റേ ഇന്ദ്രൻ വന്ന് അമൃതകുംഭം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യത്തോടുകൂടി ഈ പാമ്പുകളെല്ലാം കൂടി വന്നിട്ട് ഗരുഡനെ ആക്രമിച്ചു. ഗരുഡൻ ചിറകുകൊണ്ട് അടിച്ച് തെറിപ്പിച്ചു, എല്ലാറ്റിനെയും തെറിപ്പിച്ചു. അതിൽ കാളിയൻ വളരെ ദൂരത്താണ് തെറിച്ചു പോയത്. ആ കാളിയൻ ഈ ഗരുഡനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കാളിന്തിയിലേക്കാണ് വന്നത്. കാളിന്തിയിൽ വന്ന് താമസിച്ചപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല, ഇങ്ങോട്ട് വരാൻ ഗരുഡന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി താമസിക്കുകയുണ്ടായി. പക്ഷേ എന്തിനു പറയണു, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടായി. അതാണ് എന്താണ്, മറ്റേ ഗരുഡന് ഇവർ ആഹാരം കൊടുക്കണം. ആ ആഹാരം മനുഷ്യന്മാരെ സർപ്പങ്ങൾക്ക് കൊടുക്കുന്നതായ ആഹാരമുണ്ടല്ലോ, ബലി, അതിനെ കൊടുക്കാം. ഓരോ ദിവസം ഓരോരുത്തർ കൊണ്ടി കൊടുക്കാം. അങ്ങനെ ഓരോ ദിവസം ഓരോ സർപ്പം കൊണ്ടി കൊടുക്കും. അന്ന് കാളിയൻ്റെ ഊഴമായിരുന്നു. സർപ്പാരാധേ കൽപ്പിതം ഭാഗം. സർപ്പങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഗരുഡന് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതായ ആ ആഹാരഭാഗം അശ്നൻ ഭക്ഷിച്ചു. ഗരുഡൻ വരട്ടെ, എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞ് അത് ഭക്ഷിച്ചു. ഗരുഡൻ വന്ന് നോക്കുന്ന ആ സമയത്ത് പാത്രം ഒഴിഞ്ഞു കിടക്കണു, ഒന്നുമില്ല അതിൽ. കാളിയൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ചിറകുകൊണ്ട് അടിച്ച് തെറിപ്പിച്ചു. തേന ക്രോധാൽ, തനിക്ക് ആഹാരം കിട്ടാത്ത ആ ക്രോധം കൊണ്ട് ഇവൻ്റെ അഹങ്കാരം, എന്താ ഇവൻ്റെ അഹങ്കാരം, ക്ഷേളതർപ്പാൽ, തന്നെ പോലെ വിഷമാർക്കുമില്ല. ആ പാമ്പിൻ്റെ വിഷമൊന്നും ഗരുഡനെ ബാധിക്കില്ല, അതവനറിയില്ല. അങ്ങനെ ആഹാരം കിട്ടാത്ത ക്രോധം കൊണ്ട്
ത്വൽപദാംഭോജഭാജ. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദാംബുജങ്ങളെ എപ്പോഴും ഭജിച്ചു കൊണ്ടിരിക്കുന്ന ത്വൽപദാംഭോജ, പദാംഭോജം അംഭോജം പോലെ മനോഹരങ്ങളായ പാദങ്ങൾ. അംഭോജം താമര, അംഭസിൽ നിന്ന് ജാതമായത് അംഭോജം. അംഭോജം പോലെയുള്ള പാദം, മനോഹരമായ പാദം. ത്വൽപദാംഭോജ ഭാജ, അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, ഭജിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈ ഗരുഡൻ. ഭഗവാന്റെ വാഹനമായി അതിന് ശേഷം ആ കഥയൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷക്ഷിപ്ത, തൻ്റെ ചിറക് കൊണ്ട് അടിച്ചിട്ട് തദ്ദുരാപം, അവന് വരാൻ സാധിക്കാത്തതായ പയഹ അകാൽ, അവന് ഗരുഡന് പോകാൻ സാധിക്കാത്തതാണ് കാളിന്തി. ആ കഥ അറിഞ്ഞിരിക്കണം. സൗഭര്യ മഹർഷിയുടെ ശാപത്തെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കാളിന്തിയിൽ പോയി അവിടെ താമസിക്കാൻ തുടങ്ങി കാളിയൻ. കാരണം ഗരുഡൻ അവിടെ വരാൻ സാധിക്കില്ല എന്നുള്ള വിവരം സൗഭര്യ മഹർഷിയുടെ ശാപം ആര് അറിഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് ഇവിടെ. തസ്മിൻ കാലേ, ആ കാലത്ത് സൗഭര്യ മഹർഷി അവിടുന്ന് എഴുന്നേറ്റ് പോയതായ സമയത്ത് കാളിയക്ഷേളതർപ്പാൽ, കഥ മുഴുവൻ നമ്മൾ ഓർമ്മിച്ചോളണം. ആ കാളിയൻ തൻ്റെ വിഷത്തിൻ്റെ അഹങ്കാരം കൊണ്ട്, തന്നെപ്പോലെ ശത്രുസംഹാരിയായിട്ടുള്ളതായ ആ വിഷം വേറെയില്ല, ആ അഹങ്കാരം കൊണ്ട് സർപ്പാരാധേ കൽപ്പിതം ഭാഗമസ്നൻ, സർപ്പങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഈ ഗരുഡന് വെച്ചിട്ടുള്ളതായ ഭാഗം, കഥകളൊക്കെ ഓർമ്മ വെച്ചോളണം. ആ ഭാഗം അസ്നൻ ഭക്ഷിച്ചു. തേന ക്രോധാൽ, അതുകൊണ്ട് എന്തെന്നില്ലാത്ത ക്രോധത്തോടി ആ ഗരുഡൻ ത്വൽപദാംഭോജഭാജ, ഭഗവാന്റെ ആ മനോഹരമായ പാദങ്ങളെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗരുഡൻ പക്ഷക്ഷിപ്ത, ചെറുകൊണ്ട് അടിച്ച് തെറിപ്പിച്ച് അവൻ എന്തു ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി തദ്ദുരാപം, അവന് പ്രാപിക്കാൻ സാധിക്കാത്ത, ദുരാപം പ്രാപിക്കാൻ സാധിക്കാത്തതായ പയഹ അകാൽ, വെള്ളത്തിലേക്ക്, കാളിന്തിയിലേക്ക് പോയി. അങ്ങനെയാണ് ഗരുഡനും കാളിയനും തമ്മിൽ വൈരമുണ്ടായത്. പക്ഷികൾക്ക് എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്. ചെറിയ ചെറിയ പാമ്പുകളെയൊക്കെ അവർക്ക് ഭക്ഷിക്കാൻ സാധിക്കും. വലുത് കഴുകൻ മുതലായ അവർക്ക് പാമ്പുകളെയൊക്കെ ഭക്ഷിക്കാൻ സാധിക്കും. അതിൽ ആ വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണല്ലോ, പക്ഷികളുടെ രാജാവാണല്ലോ ഗരുഡൻ. ആ ഗരുഡൻ എപ്പോഴും ഈ പക്ഷികളുടെ ശത്രുക്കളായിട്ടിരിക്കുന്നു. അപ്പം അയാളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു.